പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയർ വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി CPM. പൊതുസമ്പത്ത് തോന്യാസം ചെയ്യുന്നതിൽ പ്രധാന ഉത്തരവാദി MLA ആണെന്ന് CITU ഏരിയ പ്രസിഡന്റ് KT മുഹമ്മദ് അലി ആരോപിക്കുന്നു. MLAയെ അനുകൂലിക്കുന്നവർ പോലും വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നും മുഹമ്മദ് അലി. വാണിയമ്പലത്തെ ടൗൺ സ്ക്വയർ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു MLAയും ഗ്രാമപഞ്ചായത്തും ചേർന്നാൽ എത്ര മുതൽ വേണമെങ്കിലും നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2014 നിർമ്മാണം ആരംഭിച്ച് ഇപ്പോൾ 2025 നമ്മൾ കടക്കുമ്പോഴും അത് ഉപയോഗപ്പെടുത്താനോ ജനങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടാനോ സാധിച്ചിട്ടില്ല. 4.5 കോടി ഉറുപ്പികയും പഞ്ചായത്തിൻ്റെ 1 ഏക്കറോളം ഭൂമിയും അങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് നിർമ്മാണം കഴിഞ്ഞ് ധൃതി വെച്ച് ഇലക്ഷൻ മുന്നേ കണ്ടുകൊണ്ടാണ് 2016 അത് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ പണി പൂർണ്ണമാകാതെ പകുതിയോളം കാര്യങ്ങളവിടെ ബാക്കിയിട്ടിട്ടാണ് ഉദ്ഘാടനം നടന്നത്. ഞങ്ങളതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധം നാട്ടിൽ സംഘടിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഇത് സാമൂഹിക ചാനലുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതുപോലെ ബൈറ്റ് കൊടുത്തു. പല രീതിയിലുള്ള സമരപ്രചരണങ്ങൾ നടത്തിയെങ്കിലും അന്നൊക്കെ അത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പരിഹസിക്കാനും ഒക്കെയാണ് കുറേ ആളുകൾ നിന്നത്. പിന്നീട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് അത് ഉടനടി തുറക്കും, ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ചില വാഗ്ദാനങ്ങളും നൽകി. ഞങ്ങളങ്ങനെ സമരം ഒരു കാലത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളങ്ങനെ അതിന് പിന്മാറി. ഇപ്പോൾ അത് സത്യത്തിൽ MLA അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാരടക്കം MLAക്കെതിരായിട്ട് തിരിഞ്ഞ് വലിയ വികാരം ഞങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുക. വാണിയമ്പലത്തിൻ്റെ രീതിയിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ പോയിട്ടിൻ്റെ രേഖകൾ പരിശോധിച്ചത്. രേഖകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് 2014 ബോർഡ് തീരുമാനം എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ മലപ്പുറത്ത് പോയിട്ട് DTPCയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ 2011 കരാറ് പ്രകാരം പഞ്ചായത്തിലേക്ക് അത് തിരിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെൻ്റെ പൊതുമുതൽ പൊതുസ്ഥലത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടി നിയമം പാലിച്ചില്ല എന്നുള്ള തെറ്റൊന്ന്. രണ്ടാമത്തെ തെറ്റ്, 4.5 കോടി ഉറുപ്പികയുടെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ 1 കോടി ഉറുപ്പികയുടെ നിർമ്മാണം പോലും നടന്നിട്ടില്ല. അതിൽ പറയുന്നത് അത് പാർക്കാണ്, സാധാരണ ഒരു നിർമ്മാണമല്ല. ആ പാർക്കിലൊരു ആർട്ട് വാളുണ്ട്, അതിൽ മൂല്യം കണക്കാക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പിക ചിലവുണ്ട്. അത്രയും കലാശില്പങ്ങൾ പതിച്ചിട്ടുള്ളൊരു ചുമര അവിടെ വന്നിട്ടുണ്ട്. ഒരു ചുമര് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ അവസ്ഥ? നല്ലൊരു മതിലുമാതിരി ഒരു ചെറിയൊരു മതിലവിടെ കാണാനുണ്ട്. മറ്റൊന്ന് ടോയ്ലറ്റാണെങ്കിൽ വാണിയമ്പലത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പുറത്തുനിന്നുള്ള ആളുകൾ സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ് വാണിയമ്പലം. റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കാരണം അവിടുത്തെ ആളുകൾക്ക് കൂടിയും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കടക്കം ഒരു ടോയ്ലറ്റ് സൗകര്യം പഞ്ചായത്ത് ഇതിലും വന്നിട്ടില്ല. മറ്റുള്ള രീതിയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രയാസം ആ രീതിയിൽ അനുഭവിക്കുക. മറ്റൊന്ന്, വലിയ വിലപിടിപ്പുള്ള ഫർഗോള എന്ന് പറയുന്ന ഗ്ലാസിൻ്റെ റൂഫ് വെക്കുന്ന രീതിയിലുള്ള സ്ഥാപനം അവിടെ ഒരു സൗധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് മുതൽ ഇതുവരെ 8 കൊല്ലമായിട്ട് വെയിലും മഴയും കൊണ്ട് ദ്രവിച്ച് പൊളിഞ്ഞാടാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ. മറ്റൊന്ന്, കറണ്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കറണ്ട് കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് രാത്രി ആയാലും അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേളിയാണ്. അവിടെ വിദ്യാർത്ഥികളുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന യാത്രക്കാർ ഒക്കെ ഈ വിരുദ്ധരായ ആളുകളുടെ ഇട്ട് തപ്പി പോകണം. അങ്ങനെ വിവിധ പ്രയാസങ്ങൾ ആ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പൊതുസമ്പത്ത് ഈ രീതിയിൽ തോന്നിയാസം ചെയ്യുന്നതിന് മെയിൻ ഉത്തരവാദി MLA ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറപ്പ്. കാരണം MLA ഒരു സർക്കാർ പണ്ട് നമ്മൾ ഒരു കുടിവെള്ളത്തിൻ്റെ ടാങ്ക് പോലും നമ്മൾ വെക്കുമ്പോൾ പഞ്ചായത്ത് ഒരു 1,50,000 റുപ്യൻ്റെ പദ്ധതി ആണെങ്കിൽ പോലും ഈ ഭൂമിയുടെ ഉടമയുടെ കൺസെൻറ്റ് വാങ്ങണം ആ ടാങ്ക് അവിടെ സ്ഥാപിക്കണമെങ്കിൽ. ഇത് 4.5 കോടി ഉറുപ്പികയുടെ ഒരു പദ്ധതി ഭൂമിയിൽ നടപ്പാക്കിയിട്ട് പഞ്ചായത്തിൻ്റേതോ അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതം കിട്ടാത്തതാണ് ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതിനും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനും ഇപ്പോൾ തടസ്സമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളിപ്പോൾ വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങാനുള്ള ഒരു കാരണം
പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഇതിലടക്കമൊക്കെ പറഞ്ഞിരുന്നത് ആദ്യം ഇപ്പോൾ അവിടെ ക്ലീനിങ്ങിലുള്ള മെയിൻ്റനൻസിന് ജീവനക്കാരായിട്ട് 5 ആളുകളുണ്ട്. അവർക്ക് 8 കൊല്ലമായിട്ട് ശമ്പളം കൊടുത്തത് ഇപ്പോൾ 22 ലക്ഷം ഉറുപ്പികയുണ്ട്. അത് തന്നാൽ DTPC പഞ്ചായത്തിനെ ഏൽപ്പിക്കാമെന്ന് ഇപ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൽ സെക്രട്ടറി പറഞ്ഞത് 4.5 കോടി ഉറുപ്പിക സർക്കാരിൽ കടക്കാതെ പഞ്ചായത്ത് അതിന്മേൽ തൊടാൻ അധികാരമല്ല എന്നുള്ളതൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ആ അറിയിപ്പ് കിട്ടിയപ്പോഴാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കബളിപ്പിക്കലാണ്, ഇനി ഇതിന് പ്രത്യക്ഷ സമരം നടത്തി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണമെങ്കിൽ അത്തരം മാർഗമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ CPM വാണിയമ്പലം ലോക്കൽ കമ്മിറ്റി ഇത്തരമൊരു സമര പരിപാടിക്ക് ഇപ്പോൾ ഇറങ്ങാനൊരു കാരണം. 4.5 കോടി ചെലവിൽ 1 ഏക്കർ ഭൂമിയിൽ 2014 നിർമ്മാണം തുടങ്ങി 2016 ഉദ്ഘാടനം സംഘടിപ്പിച്ച വാണിയമ്പലം ടൗൺ സ്ക്വയർ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. 4.5 കോടി ചെലവ് പറയുമ്പോഴും 1 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പോലും അവിടെ നടന്നിട്ടില്ലെന്ന് CPM ആരോപിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവൃത്തികൾ പോലും പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത്. ഇന്ന് സാമൂഹിക വിരുദ്ധന്മാരുടെ പ്രധാന താവളമാണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ. CPM തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നുവെന്നും വീണ്ടും പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം ഒടുവിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ 4 കോടി സർക്കാരിലേക്ക് അടയ്ക്കാതെ അതിൽ തൊടാൻ പോലും പറ്റില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും KT മുഹമ്മദ് അലി പറഞ്ഞു. വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ KT മുഹമ്മദ് അലി, CPM വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി TP ഇബ്രാഹിം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഒ നൌഷാദ്, AK ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.